ഇവളുണ്ടെങ്കിലല്ലേ നീയൊക്കെ ഇങ്ങനെ അഹങ്കരിക്കൂ. അതും പറഞ്ഞ് സമയം ഒട്ടും പാഴാക്കാതെ മീരയുടെ ഹൃദയം ലക്ഷ്യം വെച്ച് കത്തി കൂത്താൻ വന്നു. എല്ലാവരും പതറിപ്പോയ നിമിഷത്തിൽ അവൾക്കൊരു കവചമായി അർജുൻ അവൾക്ക് മുന്നിൽ കയറി അവൾക്ക് അഭിമുഖമായി നിന്നു. അവളെ വലിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ നരേന്ദ്രന്റെ കയ്യിലെ കത്തി അർജുന്റെ പുറത്തു വന്ന് കൊണ്ടു. ആ പല്ല് കടിച്ചു പിടിച്ച് അർജുൻ വേദന അടക്കി പിടിച്ചു. മീരയുടെ നെഞ്ചൊന്ന് കാളിയെങ്കിലും മുറിവിന് വലിയ ആഴമൊന്നുമില്ല. മീരയെ പിടിച്ചു മാറ്റുന്നതിനിടയിൽ കത്തി പുറത്തൂടെ കയറി ഇറങ്ങിപ്പോയി. എങ്കിലും അത്ര ചെറുതല്ലാത്തൊരു മുറിവുണ്ട്. അതിൽ നിന്നും ചോര വരുന്നുണ്ട്. പോലീസുകാർ നരേന്ദ്രനെ വളഞ്ഞു. അർജുൻ! മാഹി അർജുനെ പൊതിഞ്ഞു. അവന്റെ മുറിവ് പരിശോധിച്ചു. ആദിയോടെ നീരജയും അരികിലുണ്ട്. മീരയും വെപ്രാളത്തോടെ അവന്റെ പുറം നോക്കുകയാണ്. ഏട്ടാ! കൃതി ഭയത്തോടെ അവൻക്ക് അരികിലേക്ക് ഓടി വന്ന് മുറിവ് വന്ന് പരിശോധിച്ചു. ഒന്നുമില്ലടി, ജസ്റ്റ് കത്തിയൊന്ന് ഉറിഞ്ഞു പോയി, അത്രേ ഉള്ളൂ. കൃതി അവനെ ആശ്വസിപ്പിച്ചു. ബ്ലഡ് വരുന്നുണ്ടല്ലോ ഏട്ടാ. കൃതിക്ക് ആകെ ഒരു വെപ്രാളം. മുറിവാകുമ്പോൾ ബ്ലഡൊക്കെ വരും, അർജുൻ നിസ്സാരമായി പറഞ്ഞു. മീരയുടെ കണ്ണുകൾ നീറി. താൻ കാരണം അവൾ ദയനീയമായ അച്ഛനെ നോക്കി. ദ്രോഹി! എന്റെ മോളെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് കച്ചകെട്ടി ഇറങ്ങിക്കുവാണല്ലേ? നീരജയ്ക്ക് ക്ഷമ നശിച്ച പോലെ പൊട്ടിത്തെറിച്ചു. പോലീസുകാർ നരേന്ദ്രന്റെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങി. ജയിച്ചെന്നാരും കരുതണ്ട, ഈ നശിച്ചവളെ ഞാൻ കൊല്ലും. എനിക്ക് പുറത്തിറങ്ങാൻ വിധിയുണ്ടെങ്കിൽ അന്ന് ഈ പിഴച്ചവളുടെ മരണമായിരിക്കും. നരേന്ദ്രൻ ആഘോഷിച്ചു. നീ എൻ്റെ മോളെ കൊല്ലുവോടാ? നീരജയുടെ ഭാവം മാറി, ശബ്ദം മാറി. അവരുടെ ശരീരം വിറക്കുന്നുണ്ട്. കൊല്ലൊടി! നിനക്ക് കണ്ണിൽ കണ്ട ഇരപ്പകളുടെ കൂടെ കിടന്നുണ്ടായ നശിച്ച ജന്മം ഇനി ഈ ഭൂമിയിൽ വേണ്ട. കൊല്ലും ഞാനവളെ. അന്നേരം പോലീസിനെയോ നിയമത്തെയോ ഒന്നും അയാൾ ഭയന്നില്ല. തൻ്റെ ശത്രുക്കളുടെ കണ്ണീർ, അവരുടെ പതനം, അത് കാണാനുള്ള വെറിയായിരുന്നു. പോലീസുകാരുടെ പിടിയിൽ നിന്നും കുതിര മീരയെ ആക്രമിക്കുവാൻ അയാൾ ആവും വിധം ശ്രമിക്കുന്നുണ്ട്. അതേസമയം നരേന്ദ്രനെ പിടിച്ചു വെച്ചിരുന്ന പോലീസുകാരിൽ ഒരാളുടെ ഇടം കൈയിലിരുന്ന് നരേന്ദ്രന്റെ കത്തി നീരജ സകല ശക്തിയും എടുത്ത് പിടിച്ചു വാങ്ങി. അടുത്ത നിമിഷം നരേന്ദ്രന്റെ നെഞ്ചിൽ കുത്തിയിറക്കി. എല്ലാവരും ഒന്ന് ഞെട്ടി. എന്താ നടന്നതെന്ന് ആർക്കും വ്യക്തമല്ല. കത്തിയെടുത്തതും കുത്തിയതും ആ പിടിവലിക്കിടയിൽ ആരും അറിഞ്ഞിട്ടില്ല. നരേന്ദ്രന്റെ നിലവിളിയിലാണ് എല്ലാവരും അത് ശ്രദ്ധിക്കുന്നത്. നിമിഷ നേരം കൊണ്ടെല്ലാം കഴിഞ്ഞിരുന്നു. പോലീസുകാരൊരു ഞെട്ടിലോട് പിന്നിലേക്ക് മാറി. അടുത്ത നിമിഷം നരേന്ദ്രൻ നിലം പതിച്ചിരുന്നു. എല്ലാവരും ഞെട്ടി. വരലക്ഷ്മിയും ഭയന്ന് പോയിരുന്നു ആ നിമിഷം. ഒരു പിടച്ചിലൂടെ നരേന്ദ്രൻ എന്ന അധ്യായം അവിടെ അവസാനിച്ചു. കൊല്ലാനും കൊല്ലിക്കാനും ഇനി അയാളില്ല. നീരജ ആത്മനിർവൃതിയോടെ ജീവനറ്റ ആ ശരീരത്തിലേക്ക് നോക്കി നിന്നു. അമ്മ! മീരയുടെ ചുണ്ടുകൾ വിറച്ചു, കണ്ണുകൾ നിറഞ്ഞു. നീരജ തലചരിച്ച് അവളെ നോക്കി. അവളുടെ കണ്ണുകളിൽ വാത്സല്യം നിറഞ്ഞു. പട്ടിക്കുഞ്ഞിന് ജന്മം നൽകുന്നത് പോലെ നിന്നെ പ്രസവിച്ചതല്ലാതെ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും കുറേ ദ്രോഹങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ട്. എന്നിട്ടും ഒരാവശ്യം വന്നപ്പോൾ ഒരു മകളുടെ കടമ നീ ചെയ്തു. തിരിച്ചൊന്നും ചെയ്തു തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. നീരജ ഇടർച്ചയോടെ പറഞ്ഞു. പതിയെ അവരിൽ നിന്നൊരു ദീർഘനിശ്വാസം ഉയർന്നു. SI വന്ന് നീരജയുടെ കയ്യിൽ നിന്ന് കത്തി ഭദ്രമായി വാങ്ങി. അതോടെ നീരജ ശവശരീരത്തിലേക്ക് നോക്കി. ഒരു കാലത്ത് തനിക്ക് എല്ലാമായിരുന്ന മനുഷ്യൻ, തൻ്റെ ജീവവായു പോലും അയാളായിരുന്നു. ശരീരം തളരും പോലെ തോന്നിയതും നീരജ മൃതദേഹത്തിന് അരികിലിരുന്നു പോയി. നിശ്ചലമായ മുഖത്തേക്ക് ഉറ്റുനോക്കി. അമ്മാ! മീര നീരജയ്ക്ക് അരികിൽ മുട്ടുകുത്തിയിരുന്നു. നീരജയുടെ തോളിൽ മുഖം ചേർത്ത് വെച്ച് തേങ്ങി. നീരജ അയാൾക്ക് ജീവനായിരുന്നു. അയാൾ ഈ ക്രൂരത മുഴുവൻ ചെയ്തത് നീരജയോടുള്ള ഭ്രാന്തമായ സ്നേഹം കൊണ്ടാണ്. അതറിഞ്ഞു വെച്ച് നീരജ അയാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് വേണ്ടി മാത്രമാണ്. നിളയെപ്പറ്റിയോ ഇനിയുള്ള ജീവിതത്തെ പറ്റിയോ ഒന്നും ചിന്തിക്കാതെ അമ്മ എടുത്തു ചാടി ഇങ്ങനെ ചെയ്തത് തൻ്റെ സുരക്ഷിതമായ ഒരു ഭാവിക്ക് വേണ്ടിയാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതോർക്കുമ്പോൾ അലറിക്കരയാൻ തോന്നി മീരക്ക്. നരേന്ദ്രൻ മരിച്ചതിൽ അവൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആ മരണം നീരജയുടെ കൈകൊണ്ടായത് അവൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. നീരജയെ ഒരു കൊലപാതകയായി അരിക്കുള്ളിൽ കാണാനുള്ള കരുത്ത് മീരക്കില്ല. ഇങ്ങനെയൊരു കൊലപാതകം മീര പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ മഹിയുടെ കൈകൊണ്ടായിരിക്കും അത് നടക്കുക എന്നാണ് അവൾ ഭയന്നിരുന്നത്. അച്ഛന് അങ്ങനൊരു മനസ്സ് തോന്നരുത് എന്നായിരുന്നു ഈ നിമിഷം വരെയും അവളുടെ പ്രാർത്ഥന. അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്നിട്ടും അവൾക്ക് ആശ്വസിക്കാൻ കഴിയുന്നില്ല. അമ്മ എന്തേ കാണിച്ചത്? മീര വിങ്ങിക്കരഞ്ഞു. മഹിക്കും സങ്കടം വന്നുപോയി ആ അമ്മയുടെയും മകളുടെയും ഇരിപ്പ് കണ്ട്. അയാൾ മരിക്കേണ്ടവൻ തന്നെയായിരുന്നുവെങ്കിലും നീരജയുടെ കൈകൊണ്ട് വേണ്ടിയിരുന്നില്ല എന്നയാൾ ഓർത്തു. അവനവൻ ചെയ്തു കൂട്ടുന്നതിനുള്ള കൂലി സമയമാകുമ്പോൾ കിട്ടും. അയാളുടെ സമയമായി, കൂലിയും കിട്ടി.
നീരജ നിസ്സംഗതയോടെ പറഞ്ഞു. മീര തേങ്ങലോട് അമ്മയുടെ തോളിൽ മുഖമമർത്തി. മീരെ, നീ കരയരുത്, കണ്ണു തുടക്ക്. അവളെ തന്നിൽ നിന്നും അടത്തി മാറ്റിക്കൊണ്ട് നീരജ അവളെ ശാസിച്ചു. മീര ചുണ്ട് കൂട്ടിപ്പിടിച്ച് വിരുമ്പി. നിന്റെ കളിച്ചിരികൾ മാത്രം നിറഞ്ഞ നമ്മുടെ സമാധാനത്തോടുള്ള ജീവിതത്തിലേക്ക് ഞാനാ അയാളെ കൂട്ടിക്കൊണ്ടുവന്നത്. അച്ഛൻ്റെ സ്ഥാനത്തേക്ക് അയാളെ പ്രതിഷ്ഠിച്ച് ഞാൻ നിന്നോട് വലിയൊരു തെറ്റ് ചെയ്തു. ആ തെറ്റ് ഞാൻ തിരുത്തി. അയാളെ കൊണ്ടുവന്ന് ഞാൻ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അയാളെ പറഞ്ഞു വിട്ടു. ഇനി നിന്റെ കണ്ണുകൾ നിറയരുത്. എവിടെയായാലും നീ സന്തോഷത്തോടെ ജീവിക്കണം. നീരജ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഇന്നാവാം നീരജ മീരക്ക് അമ്മയായത്. ആ നിർവൃതി അവരുടെ മുഖത്തുണ്ട്. സാർ, ഇനിയൊരു കുറ്റസമ്മതത്തിൻ്റെ ആവശ്യമില്ലല്ലോ. എല്ലാം നിങ്ങൾ നേരിട്ട് കണ്ടതല്ലേ, പോയേക്കാം. നീരജ സ്വയം കീഴടങ്ങുകയും ചെയ്തു. മീര പൊട്ടിക്കരഞ്ഞു. താൻ കാരണം എത്രയെത്ര ജീവിതങ്ങൾ അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നിലത്തിരുന്ന് പൊട്ടിക്കരയുന്നവളെ നോക്കി നിസ്സഹായനായി നിൽക്കാനേ മാഹിക്ക് കഴിഞ്ഞുള്ളൂ. മീരേ. നിലത്തിരുന്ന് തേങ്ങുമ്പോൾ അർജുൻ വിളിച്ചതൊന്നും കേട്ടില്ല. മുഖം പൊത്തി തേങ്ങുകയാണവൾ. അത് കടന്നും അർജുൻ അവളെ പിടിച്ചെണീപ്പിച്ചു. അവൾ കണ്ണീരോടെ അവനെ മിഴികൾ ഉയർത്തി നോക്കി. നിന്നെ സേഫാക്കിയ സമാധാനത്തിൽ പോകാൻ നിൽക്കാൻ നിന്റെ അമ്മ കരച്ച് നിർത്തി പോയി സംസാരിച്ചിട്ട് വാ. അവൻ ഗൗരവത്തോടെ പറഞ്ഞതും അവൾ തിരിഞ്ഞ് അമ്മയെ നോക്കി, പിന്നീട് അർജുനെയും. അർജുൻ അവളുടെ കവളിലൂടെ ഒഴുകി വന്ന കണ്ണുനീർത്തുള്ളികൾ ഇരു കയ്യാലും അമർത്തി തുടച്ചു. അവൾ വിതുമ്പലോട് അവനെ നോക്കി. അവൻ കണ്ണുകൾ ചിമ്മിക്കാണിച്ചു. നീരജ് എസ്ഐയോട് ഒരല്പം സാവകാശം ചോദിച്ച് മീരയുടെ മുന്നിലേക്ക് വന്നു. എന്നെ ഓർത്ത് നീ വിഷമിക്കരുത് മീരെ. നിനക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ്റെ കുടുംബത്തിന് താങ്ങാവണം, നല്ലൊരു മകളാവണം, നല്ലൊരു ഭാര്യ ആവണം. അമ്മയോർത്ത് നീ വിഷമിക്കരുത്, ഞാൻ തിരിച്ചു വരും. മീരയുടെ വലം കൈ തൻ്റെ കൈക്കുള്ളിലാക്കി ഉറച്ച സ്വരത്തിൽ നീരജ പറഞ്ഞു. ഇതുവരെയുള്ള ജീവിതം നീരജയെ ഒത്തിരി പാഠങ്ങൾ പഠിപ്പിച്ചു. എന്തിനേയും അതിജീവിക്കാനുള്ള മനക്കരുത്ത് ഇപ്പോഴുണ്ട്. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭീഷണിയെ തുറച്ചു മാറ്റിയ സമാധാനത്തിലാണ് നീരജ. അന്നേരത്തെ ആവേശത്തിൽ അങ്ങ് ചെയ്തു പോയെങ്കിലും ഇനിയുള്ള തൻ്റെ ജീവിതം എങ്ങനെയാവുമെന്ന ഭയം നീരജിന് മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും അത് പുറമെ പ്രകടിപ്പിക്കാതെ മകൾ ആശ്വസിപ്പിച്ചു. കൊല്ലണമെന്ന് കരുതിയതല്ല, പെട്ടെന്ന് തോന്നിയ ദേഷ്യത്തിൽ വരും വരായികളൊന്നും ചിന്തിച്ചില്ല. പക്ഷേ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. താനിപ്പോൾ ഒരു കൊലപാതകയാണെന്നുള്ളത് അവളുടെ മനഃശാന്തിയെ തകർത്തപ്പോൾ, മീരയുടെ ഭദ്രമായൊരു ജീവിതത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ആ ശാന്തി തിരികെ വരുന്നത് അവൾ അറിഞ്ഞു. തൻ്റെ ജീവിതം തീരാനായി. മീരയ്ക്ക് അങ്ങനെയല്ല, ഒരായുസ് മുഴുവൻ നീണ്ടു കിടക്കുന്നു. അതവൾ സമാധാനത്തോടെ ജീവിച്ചു തീർക്കുമെങ്കിൽ ഇനിയുള്ള കാലം മഴയ്ക്കുള്ളിൽ തീർക്കുക എന്ന ത്യാഗം ചെയ്യാൻ നീരജ് തയ്യാറാണ്. അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ പേരിൽ തന്നെ തൂക്കിക്കൊല്ലാണെന്ന് നിയമമില്ലെന്ന് അവർക്കറിയാം. മകളെ കൊല്ലുമെന്നായപ്പോൾ രക്ഷപ്പെടുത്താനുള്ള വെപ്രാളത്തിൽ മനഃപൂർവ്വമല്ലാത്ത കൊലപാതകം. അർജുനെ കുത്തിയതിന് മീരയെ കൊല്ലാൻ ശ്രമിച്ചതിനും പോലീസുകാർ സാക്ഷിയാണ്. പിന്നെ വരുണമൊത്തുള്ള ഗൂഢാലോചന വേറെയും. ഇത്രയൊക്കെ മതി നരേന്ദ്രൻ എന്ന ക്രിമിനലിനെ കൊന്ന നീരജയ്ക്ക് ശിക്ഷയിൽ എന്തെങ്കിലും ഇളവ് കിട്ടാൻ. മരിച്ചയാൾ പുണ്യാത്മാവെന്നല്ലല്ലോ. നീരജയ്ക്ക് ആ ഒരു ആശ്വാസമുണ്ട്. എന്നെ ഓർത്ത് വിഷമിക്കേണ്ട നീ, ഞാൻ തിരിച്ചു വരും നിനക്കൊപ്പം ജീവിക്കാൻ. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് നീരജ മീരയുടെ നെറ്റിയിൽ അമർത്തി മുത്തി. ശേഷം മായിക്ക് മുന്നിൽ പോയി നിന്നു. ശത്രുക്കൾ ഇപ്പോഴും ബാക്കിയാണ്, മീരയെ നോക്കിക്കൊള്ളണം. മാഹിയുടെ മുഖത്ത് നോക്കാതെ നീരജ പറഞ്ഞു. നനവ് പറന്ന കണ്ണുകളാൽ നീരജയുടെ മുഖത്ത് തന്നെ ഉറ്റുനോക്കി മാഹി തലകുലുക്കി. അയാളുടെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം. തിരിഞ്ഞു നടന്ന നീരജ എന്തു ഓർത്തു മാഹിയെ നോക്കി, പിന്നെ ചുറ്റിനും. നീള. അവരുടെ കണ്ണുകൾ വധുവിനെ ഒരുക്കാനുള്ള മുറിയിലേക്ക് നീണ്ടു. ഞാൻ കൊണ്ടുവരാം. മാഹി ഷോൾഡറിൽ മുഖം തുടച്ചുകൊണ്ട് ആ മുറി ലക്ഷ്യമാക്കി നടന്നു. വേണ്ട, അവൾ അങ്ങനെ കണ്ടിട്ട് പോയാൽ എനിക്കെൻ്റെ പിടിവിട്ട് പോകും. അത് പറയുമ്പോൾ നീരജയുടെ സ്വരം വിട്ടു. മാഹിക്ക് പാവം തോന്നി അവരോട്. മീര കരയുകയാണ്. അവളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. അന്ന് തന്നെ ഇങ്ങനെ നടന്നു തോർത്ത് നീരജയുടെ നെഞ്ചു വിങ്ങി. പറയുന്നതിൻ്റെ ശരിക്കേടുകളൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് വേറെ നിവൃത്തിയില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ നിലയുടെ കാര്യം. നീരജയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒന്നനങ്ങാൻ പോലും കഴിയാതെ ഒറ്റയ്ക്ക് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. നീരജ വിരുമ്പി. സഹായിക്കണം. കൂപ്പുകൈകളോടെ നീരജ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അവർ അണച്ചു പിടിച്ച് നിനക്കും മക്കൾക്കും ഞാനുണ്ടെന്ന് പറയാൻ തോന്നി. ആമുഖ ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ തോന്നി. പക്ഷെ കഴിയുന്നില്ല. തങ്ങളിപ്പോൾ അന്യരാണല്ലോ, പരസ്പരം നന്നായി അറിയാവുന്ന അന്യർ. തങ്ങളുടെ വിധിയെ പഠിച്ച് നീരജയെ നോക്കി നിൽക്കാനേ മാഹിക്ക് കഴിയുന്നുള്ളൂ. ഞാൻ തിരികെ വരും വരെ അത്രയും മതി. അത്രയും നാൾ അവൾക്കൊരു അഭയം കൊടുത്താൽ മതി.
ഉപേക്ഷയാണ്. ഉപേക്ഷ വിചാരിക്കരുത്. നിളയ്ക്ക് വേണ്ടി കണ്ണീരോടെ നീരജ യാചിച്ചു. നീ എന്നോട് അപേക്ഷിക്കരുത് നീരജയെ. എൻ്റെ മകൾക്ക് വേണ്ടി കൊലപാതകയായവളാ നീ. അപ്പം നിന്റെ മകളെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? നിള ചെയ്ത തെറ്റുകളൊക്കെ മഹി അന്നേരം മനഃപൂർവ്വം മറന്നു കിടന്നു. കോൺസ്റ്റബിൾ ടേക്ക് കെയർ. SI പറഞ്ഞത് മീര നീരജയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എല്ലാവരുടെയും കണ്ണിൽ നിന്റെ അമ്മയെന്ന നിലയിൽ ഞാൻ പരാജയമായിരുന്നു മീരെ. ഞാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചോട്ടെ. മാറ് മീരെ, എനിക്ക് പോകാൻ സമയമായി. നീരജ് അവൾ അടർത്തി മാറ്റി അർജുൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. അർജുൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു വെച്ചു. നീരജയുടെ അടുത്തേക്ക് അവൾ പോകാൻ തുനിയുമ്പോഴൊക്കെ അർജുൻ ബലം പിടിച്ച് അവൾ അവിടെ തന്നെ നിർത്തി. അധികകാലം നിനക്ക് ജയിലിൽ കഴിയേണ്ടി വരില്ല. എന്നെ കൊണ്ടാവുന്നതൊക്കെ നിനക്ക് വേണ്ടി ഞാൻ ചെയ്യും. ധൈര്യമായിട്ടിരിക്കുക. ഇനി എന്ത് എന്നൊരു ഭയം ഉള്ളിലുണ്ടെങ്കിലും മഹി അത് പറഞ്ഞപ്പോൾ തലകുലുക്കി നീരജ ആ പോലീസുകാർക്കൊപ്പം പോയി നിന്നു. പിന്നെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് ബോഡി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വരലക്ഷ്മിയെയും നീരജയെയും വരുണിനെയും ജിതിനെയും പോലീസ് കൊണ്ടുപോയി. നീരജയെയും കൊണ്ട് പോയപ്പോൾ മീര കരഞ്ഞു വിളിച്ച് തളർന്നു വീണിരുന്നു. അന്നേരം അവളെ താങ്ങിയെടുക്കാൻ അർജുൻ ഉണ്ടായിരുന്നരികില്ല. അവളെ നോക്കാൻ അർജുനുടെന്ന സമാധാനത്തിൽ മഹി നിലയെ തേടിപ്പോയി. മഹി ചെന്ന് നോക്കുമ്പോൾ ഒരു വീൽ ചെയറിൽ ഇരിപ്പുണ്ട് അവള്. സ്വയം ഒന്നിരിക്കാൻ പോലും കഴിയാത്തവളെ കുഞ്ഞു കുട്ടിയെപ്പോലെ ബെൽറ്റിട്ട് സീലിൽ ചേർത്തിരുത്തിയിട്ട് നീരജ. നിസ്സംഗതയോടുള്ള അവളുടെ ഇരിപ്പ് കണ്ടപ്പോൾ അന്ന് ആദ്യമായ നിലയോട് മഹിക്ക് സഹതാപം തോന്നിപ്പോയി. മീര കണ്ണു തുറക്കുമ്പോൾ അർജുൻ്റെ വീട്ടിലായിരുന്നു. പരിചിതമായ വീടായതിനാൽ അവൾക്കത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. എണീറ്റിരിക്കാൻ നോക്കുമ്പോൾ മഹി ഉണ്ടായിരിക്കും. അവൾ അച്ഛനെ നോക്കി തീർത്തും ദയനീയമായിരുന്നു നോട്ടം. കരയാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ എണീറ്റ് പോകും മീരെ. പിന്നെ എന്നെ ഈ വഴിക്ക് നോക്കണ്ട നീ. മഹി പേടിപ്പിച്ചതും അവൾ മുഖം കുനിച്ചിരുന്നു. മഹി ദീർഘമായെന്ന് വിശ്വസിച്ചു. ഇനി നിന്റെ കണ്ണീന്ന് കണ്ണീര് വരരുതെന്ന് ആഗ്രഹിച്ചാൽ നിന്റെ അമ്മ എന്നത് ചെയ്തത്. എന്നിട്ട് നീ അതോർത്തുനിന്ന് കരയാ. ഒന്നാലോചിച്ചാൽ നീരജ തന്നെ ആയിരുന്നില്ലേ അത് ചെയ്യേണ്ടിയിരുന്നത്. അവൻ അർഹമായ കൈകളിൽ തന്നെയാ ശിക്ഷ കിട്ടിയതെന്ന് ചിന്തിക്കും നീ. നിനക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയ സമാധാനത്തിലാണ് നിന്റെ അമ്മ പോയിരിക്കുന്നത്. ഇങ്ങനെ കരയാൻ മാത്രം ഒന്നുമില്ല മീരെ. എന്നെ കൊണ്ടാവും പോലെ നീരജയ്ക്ക് വേണ്ടി ഓടും ഞാൻ. അവളെ കഴിയിൽ നിന്നും വേഗം പുറത്തിറക്കാനാ ഞാനും ആലോചിക്കുന്നേ. അക്കാര്യത്തിൽ നീ വിഷമിക്കരുത്. നിന്റെ അമ്മയുടെ കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കൊള്ളാം. മാഹി അവളുടെ മുടിയിൽ തഴുകി പറഞ്ഞു. അപ്പം തന്നെയാണ് കൃതി അവിടേക്ക് വന്നത്. എന്താങ്ങളെ ഇവളുടെ കാര്യത്തിൽ പിടിച്ചു തീർന്നില്ലേ? അവൾ വന്ന് മീരയുടെ അരികിലേക്ക് ഇരുന്നു. മീര ഒന്നും മിണ്ടിയില്ല. രാജന്റെ മരണത്തിൽ പിന്നെ ഈ വീട്ടിലുള്ളവരെ കാണുമ്പോൾ നെഞ്ചിലൊരു വിങ്ങലാണ്. മീരെ, കരയരുതെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞങ്ങൾ അതിജീവിച്ച ദുഃഖം വെച്ച് നോക്കുമ്പോൾ ഇതൊരു ദുഃഖേ അല്ല. നിന്റെ അമ്മ ഈ ഭൂമിയിൽ ജീവനോടുണ്ടെന്നൊരു ആശ്വാസമെങ്കിലും നിനക്കുണ്ട്. ഞങ്ങൾക്കോ? കൃതി ചെറിയൊരു ചിരിയോടെ ചോദിച്ചു. നീരജാൻ്റെ ഇന്ന് ചെയ്ത ആ സൽക്രമം ഞങ്ങളുടെ നെഞ്ചിലെ കനലിനൊരു ആശ്വാസമാണ്. എൻ്റെ ഏട്ടൻ നിയമത്തിനെതിരായി ഒന്നും ചെയ്യില്ല, ഞാൻ അനുവദിക്കുകയില്ല. അല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആ നരേന്ദ്രനൊപ്പം അവിടുന്ന് പലരും അയാളെ പോലെ ജീവനിട്ട് കിടന്നേനെ. ഉള്ളുകൊണ്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒന്നാ നിന്റെ അമ്മ ചെയ്തത്. എൻ്റെ അച്ഛൻ്റെ മരണത്തിന് പിന്നിലുള്ളവർ ഒരാൾ ചത്തു. അതെനിക്ക് തരുന്ന സന്തോഷം എത്രയാണെന്ന് അറിയൂ നിനക്ക്? കൃതി ആനന്ദത്തോടെ മീരയുടെ കയ്യിൽ പിടിച്ചു. ഇത്രയും നല്ലൊരു കാര്യം നിന്റെ അമ്മ ചെയ്തതോർത്ത് നീയും സന്തോഷിക്കുകയല്ലേ വേണ്ടത്? കൃതി പുഞ്ചിരിയോടെ തിരക്കി. മീര ഒന്നും മിണ്ടിയില്ല. അയാൾ മരിച്ചതിൽ മീരയ്ക്കൊരു സങ്കടവുമില്ല, സന്തോഷം തന്നെയാണ്. പക്ഷേ നീരജ് ജയിലിലാകുന്നതാണ് അവളുടെ സങ്കടം. അത് കൃതിക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും അർജുൻ അവിടേക്ക് വന്നു. കാൽപെരുമാറ്റം കേട്ട് കണ്ണുകൾ ഉയർത്തിയ മീര അവനെ കണ്ട് നോട്ടം മാറ്റി. കൃതി, സന്തോഷം ആരും ആരെയും നിർബന്ധിച്ചുണ്ടാക്കേണ്ടതല്ല. ഈ കണ്ണീരും ദുഃഖമൊക്കെ ആയിട്ടാണ് അയാൾക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതെങ്കിൽ ആരും തടയണ്ട. അയാളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ഇതുവരെ മീരയെന്നും നീയെന്നും അവളെന്നൊക്കെ വിളിച്ചിരുന്ന അർജുൻ്റെ അയാളെന്ന അഭിസംബോധനയിലും ആ ഗൗരവത്തിലും മീരയും ഒന്നും അല്ലാതായി. മീരെ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഒരു തരത്തിൽ നോക്കിയ നീരജയുടെ 2 മക്കളെയും ജീവിതം ഇങ്ങനെയൊക്കെ ആക്കിയത് അവനല്ലേ. സമയം വന്നപ്പോൾ അതിൻ്റെ ശിക്ഷ നീരജ തന്നെ കൊടുത്തു. ഇനിയും അതോർത്ത് മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്ത് കാര്യം? അറിയാം നിനക്ക് വിഷമമുണ്ടാവും. പക്ഷേ സാഹചര്യം അനുസരിച്ച് പെരുമാറണം മീരെ. ഇന്ന് നീ ഒരു ഭാര്യയാണ്, മരുമകളാണ്. രാജിൻ്റെ ആഗ്രഹപ്രകാരം ഇവിടേക്ക് കടന്നു പോകുന്നവൾ. മകന് വേണ്ടി രാജ് കണ്ടെത്തിയ മരുമകൾ തെറ്റായിപ്പോയെന്ന് ആരും പറയാനിടവരരുത്. ഇവരൊക്കെ ഒന്ന് നോക്കിക്കേ. എല്ലാ മനസ്സിലൊതുക്കി എന്ത് സന്തോഷത്തോടെയാണ് നിന്നെ അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്.
അർജുൻ പറഞ്ഞ പോലെ കണ്ണീരും ദുഃഖമൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആദ്യ ദിവസം തുടങ്ങാൻ പോകുന്നത്. ചുറ്റുമുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ കഴിയാത്തവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെങ്കിൽ അമ്മയോട് ഞാൻ പറഞ്ഞതാ, കുറ്റബോധത്തിൻ്റെ പേരിൽ ഒരാളെ വിവാഹത്തിലേക്ക് വലിച്ചയക്കേണ്ടെന്ന്. കേട്ടില്ല ആരും. അർജുൻ മഹിയോട് പറഞ്ഞു. അവൻ ദേഷ്യത്തിലല്ല പറഞ്ഞതെങ്കിലും കൂടി മീരക്കത് കൊള്ളേണ്ടത് തന്നെ കൊണ്ടു. അതോടെ അവൾ വാശിയോടെ മുഖം അമർത്തി തുടച്ചു. എന്നിട്ട് അവനെ നോക്കി. മതിയൊന്നും മട്ടില്. അർജുൻ അവളെ ഇരുത്തി നോക്കി. നീ അതിനെ അവനെ നോക്കി പേടിപ്പിക്കുന്ന എന്തിനാ? മഹി അവളുടെ നോട്ടം കണ്ട് ചോദിച്ചു. ഞാൻ നോക്കി പേടിപ്പിച്ചൊന്നുമല്ല, അവൾ മൂക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ഇവിടെ കിടന്ന് കരഞ്ഞ് ബഹളമൊന്നും ഉണ്ടാക്കിക്കല്ലേ, ഞാൻ പോയിക്കോട്ടെ? മാഹി അവളോട് ചോദിച്ചു. ഇനി കരഞ്ഞ് ബഹളം വെച്ചാലേ പോക്കിക്കൊണ്ട് വന്ന അങ്കിളുടെ വീട് തന്നെ ഇട്ട് തന്നേക്കാം, അർജുൻ ഉടനെ പറഞ്ഞു. മീര പോലും അറിയാതെ അവൾ അവനൊന്ന് തുറച്ചു നോക്കിപ്പോയി. അർജുൻ അത് കാണുകയും ചെയ്തു. എന്താ? അവളുടെ നോട്ടം കണ്ട് അവൻ മുഖം ചൂടിച്ചു. അവൾ മറുപടി പറയാതെ മുഖം തിരിച്ച് മാഹിയെ നോക്കി. അച്ഛൻ പോവാണോ? മീരയുടെ മുഖമൊന്ന് പാടി. അവിടെ അമ്മയെ നിലയെ ഒറ്റക്കല്ലേ മോളെ, മാഹി പറഞ്ഞു. നിള? മീരയൊന്ന് സംശയിച്ചു. ഞാൻ കൂടെ കൂട്ടി, അത്രയെങ്കിലും ചെയ്യണ്ടേ നിന്റെ അമ്മയ്ക്ക് വേണ്ടി? മാഹി അവളുടെ തലയിൽ തലോടി എണീറ്റു.